ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസും ഇപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രതികൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അതുകൂടാതെ അന്നത്തെ മെമ്പറായിരുന്ന അജികുമാർ, പഴയ കേസിലെ ഒന്നാം പ്രതിയായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, അങ്ങനെ തുടങ്ങുന്നവർ തന്നെയാണ് ഇതിലും പ്രതിപട്ടികയിൽ ഉള്ളത്. 2 പേർ മാത്രമാണ് പുതുമുഖങ്ങൾ. അതായത് PS പ്രശാന്തും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറും. കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളും ഏകദേശം സാമ്യമുള്ളവയാണ്. ഗൂഢാലോചനയുണ്ട്, വഞ്ചനയുണ്ട്, മോഷണക്കുറ്റമുണ്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാ വകുപ്പുകളും ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് 2019 സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും രണ്ടാമത്തെ കേസിൽ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ കേസിലുമായി ബന്ധപ്പെട്ട് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന കേസിൽ എന്ത് തരത്തിലുള്ള അന്വേഷണം നടക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും തിരയുന്നത്. കാരണം 2019 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി അതിലെ സ്വർണം ഉരുക്കി മാറ്റി ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞ സ്വർണം ഉപയോഗിച്ചത് പൂശി വീണ്ടും സന്നിധാനത്തേക്ക് കൊണ്ടുവന്നു. അതിന് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു എന്നൊക്കെയായിരുന്നു ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് 2023 മുതൽ 2019 നടന്ന കളവ് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നീക്കം തുടങ്ങിയിരുന്നു. അതിൻ്റെ പിന്നിൽ ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കാളികളാണ് എന്നാണ്. കേസുകൾ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ഒരു കൃത്യതയുണ്ട് അല്ലെങ്കിൽ ചേർച്ചയുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യമുണ്ട്, തൊണ്ടി മുതൽ. മാത്രവുമല്ല, ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കും എന്ന് പറയുമ്പോഴും സമർപ്പിക്കുന്നതിന് ചെറിയൊരു തടസ്സമായി പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നും ശേഖരിച്ച് പരിശോധനയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് അയച്ചിരിക്കുന്ന അതിൻ്റെ ഫലം അല്ലെങ്കിൽ ആ സാമ്പിളുകളുടെ ഫലം ലഭ്യമായില്ല എന്നാണ്. അവിടെയും വീണ്ടും ഒരു സംശയം ഉയരുന്നുണ്ട്. എന്തുമാത്രം സ്വർണം നഷ്ടമായി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവസാന വാക്കിൽ എത്തിച്ചേരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഒരുപോലെയുള്ള സാമ്യമുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് തന്ത്രി ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ കുടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ കേസും അല്ലെങ്കിൽ 2025 കേസും ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിലൊരു കാര്യമുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തിലാണ് അന്നത്തെ ശബരിമലയുടെ ചുമതലയുള്ള പ്രത്യേക കോടതി അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷകനായ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഒരു പരാതിയായി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് നൽകിയത്. അതായത് ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ കാണുന്നില്ല എന്നായിരുന്നു ആ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 2019 മുതൽ ഈ ചെമ്പ് പാളികൾ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ വരുന്നത്. അപ്പോൾ ആ പരാതി കൊടുത്ത ആദ്യ കേസിൻ്റെ അല്ലെങ്കിൽ പരാതി നൽകിയ ആദ്യ സംഭവത്തിൻ്റെ കേസാണ് ഇപ്പോൾ വീണ്ടും എത്തപ്പെട്ടിരിക്കുന്നത്. അതായത് 2025 സംഭവത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കക്ഷിയാകുന്നത്. ഒരു കാര്യം കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ 2019 മുതൽ 2025 വരെയുള്ള സംഭവ വികാസങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 3 മുൻ പ്രസിഡന്റുമാർ പ്രതിയാകുന്നു, 3-ലധികം മെമ്പർമാർ പ്രതിയാകുന്നു, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതിയാകുന്നു. ഇത്രയും വിശാലമായ അന്വേഷണ സംവിധാനങ്ങളുള്ള ഈ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് ഇത്രയും നാളത്തിനിടയിൽ അല്ലെങ്കിൽ ഇത്രയും നാളുകൾക്കിടയിൽ ഇത്രയും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്താൻ അല്ലെങ്കിൽ ഇത്രയും വലിയ കളവുകൾ നടന്നിട്ട് എന്തുകൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ 2025 സംഭവവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹൈക്കോടതി ധരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണത്തിലേക്ക് കടക്കും എന്ന് പറയുന്നു. അവിടെയും ചില പൊരുത്തക്കേടുകൾ പറയപ്പെടുന്നുണ്ട്. ഇതിൽ കേസെടുക്കുമോ, അറസ്റ്റ് നടക്കുമോ, അറസ്റ്റ് ചെയ്യുന്നവരെ റിമാൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളാണ്.
2019 കേസിലും തന്ത്രി പ്രതിയാണ്, 2025 കേസിലും തന്ത്രി പ്രതിയാണ്. അപ്പോൾ 45 ദിവസം ജയിൽവാസം കഴിഞ്ഞ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. ഈ രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തെ ഇതേ കുറ്റത്തിന് തന്നെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലേക്ക് അടയ്ക്കുമോ? ഈ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിലെ പങ്കെന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ചയായി മാറുകയാണ്. എന്നാൽ 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായി ശബരിമല മാനുവലിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വ്യത്യസ്തമായി ഈ ചെമ്പുപാളികൾ, സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ പുറത്തു കൊണ്ടുപോയതെന്നാണ് ഒരു കുറ്റം. ആ കുറ്റം ആവർത്തിച്ചിരിക്കുന്നതിനാൽ, അല്ലെങ്കിൽ ഒരു കളവ് മറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു കുറ്റം നടത്തിയിരിക്കുന്നതിനാൽ എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണം ഇനി ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുറ്റപത്രം ഒരു ഭാഗത്ത് വൈകുമ്പോൾ ചില അവ്യക്തതകൾ നിറഞ്ഞുന്ന മറ്റൊരു കേസ് കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ അന്വേഷണത്തിലേക്ക് കടക്കും എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒന്നാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുരാരി ബാബു മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, PS പ്രശാന്ത്, ഒപ്പം തന്നെ അജികുമാർ, തന്ത്രി കണ്ഠരര് രാജീവർ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളതെങ്കിലും മറ്റു ചില ആളുകളെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ട്. അതിൽ 7 പേരുണ്ട്. അതിലും ഒരു തന്ത്രിയുണ്ട്, അത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹൻ. അങ്ങനെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ആ അന്വേഷണം വലിയ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നതെങ്കിൽ തന്നെയും ആദ്യ കേസിലെ കുറ്റപത്രത്തെ തുടങ്ങി ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഉടൻ നൽകാൻ കഴിയും എന്നൊക്കെ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ട്. പക്ഷേ അത് എന്ന് നൽകും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു സംശയം. എന്തായാലും വലിയ കാലതാമസമില്ലാതെ സംസ്ഥാനത്തിന് പുറത്ത് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ ഗുണനിലവാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറ്റപത്രം ഉടൻ നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കുറ്റപത്രം നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു ആദ്യ വിവാദമെങ്കിൽ ഇപ്പോൾ രണ്ടാമതെടുത്തിരിക്കുന്ന കേസിനെ ചൊല്ലിയാണ്. കേസിൽ അറസ്റ്റ് ഉണ്ടാകുമോ? അറസ്റ്റ് ചെയ്യുന്നവരെ റിമാൻഡ് ചെയ്യുമോ? അതല്ലാതെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിന് ശേഷം, കേസ് എടുത്തതിന് ശേഷം അവരെ ഒഴിവാക്കി നിർത്തുമോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. ഈ അന്വേഷണത്തിൽ ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? 1998 പൂശിയ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളുമായി ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? 1998 സ്വർണ്ണപ്പാളികൾ എവിടെയാണ് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉയരുന്നുണ്ട്. എന്നാൽ തന്നെയും ഓരോ ദിവസവും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉയരുന്നത്. ഇപ്പോൾ പൂജയുടെ കാര്യത്തിലും അഷ്ടബന്ധ കലശത്തിൻ്റെ പേരിലുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. ഈ പരാതികൾ ഓരോന്നോരോന്നായി പരിശോധിക്കണമെങ്കിൽ ഏറെ നാൾ വരും എന്നാണ് ചില ആളുകൾ പറയുന്നത്, പ്രത്യേകിച്ചും നിയമം അറിയാവുന്നവർ പറയുന്നത്. എന്തായാലും ശബരിമലയിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിഷയങ്ങൾ ഉയരുകയാണ്, ഓരോ തരത്തിലുള്ള കേസുകൾ വരികയാണ്, കുറ്റം ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ്. പക്ഷേ അന്വേഷണവും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയുവാൻ, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയുവാൻ ഭക്തർക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്.